ഹലോ ഫ്രണ്ട്സ്, അഖിലേ ലേറ്റസ്റ്റ് റിവ്യൂ. ജയൻ പ്രിയോട് പറയാം, ബേസിക്കായിട്ട് ഞാൻ തരികടയാണല്ലോ, അതുകൊണ്ട് ഈ രാഷ്ട്രീയ തട്ടിപ്പൊക്കെ എനിക്ക് നല്ലതുപോലെ അറിയാടി പ്രിയേ. അയ്യോ എൻ്റെ ദൈവമേ, കള്ളന് കഞ്ഞി വെച്ചവനാണല്ലോ എൻ്റെ ജയേട്ടൻ. അവനങ്ങനെ സന്തോഷത്തോടെ നിൽക്കുമ്പോൾ കൊച്ചമ്മണി അവരുടെ ഡോർ ഇങ്ങനെ തട്ടുവാണ്. അയ്യോ എൻ്റെ ആ തള്ളയായിരിക്കും, പ്രിയെ ഒന്ന് തുറന്നു കൊടുക്ക്. പ്രിയ അങ്ങോട്ട് കതക് തുറക്കുമ്പോൾ കണ്ണും തുറിച്ച് ഇങ്ങനെ കൊച്ചമ്മണി നോക്കി നിൽക്കുക. പ്രിയക്കാണെ ദേഷ്യം കൊണ്ട് വയ്യ. കൊച്ചമ്മണി പറയാം, നേരം പാതിരായി, നിനക്കൊന്നും ഇപ്പോഴും ഉറങ്ങാറായില്ലേ? ഞങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ ഉറങ്ങും, നിങ്ങളാരെ ഇതൊക്കെ ചോദിക്കാൻ? അയ്യോ വേണ്ടായേ, നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ ഉറങ്ങിയാൽ മതി. നേരം വെളുക്കുന്നവരെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു. എനിക്കെന്താ? കൊച്ചമ്മണി ഇത്രയും അങ്ങോട്ട് പറയുമ്പോഴേ പ്രിയ ദേഷ്യത്തോടെ ഡോറങ്ങ് ആഞ്ഞങ്ങ് അടച്ചു. കൊച്ചമ്മണി പുറത്തു നിന്നുകൊണ്ട് പറയുക, അപ്പൊ ഇലക്ഷന്റെ കൊയ്ത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഞാനും കൊയ്യും, ആന ചരിഞ്ഞാലും നിന്നാലും പന്തീരായിരം അവനെ പഠിപ്പിച്ച ഗുരുവായി ഞാൻ. പിറ്റേന്ന് രാവിലെ അനന്തംപിള്ള ജയനെയും കൂട്ടിയിട്ട് ക്ഷേത്രത്തിൽ വന്നിരിക്കുവാണ്. ഇതുവരെ ചെയ്തിട്ടുള്ളതിനും ചെയ്യാൻ പോകുന്നതിനും അനന്തംപിള്ള ഭഗവാനെ കൂട്ടുപിടിക്കാൻ വന്നിരിക്കുവാണ്. കൂടെ വന്നിരിക്കുന്നവരെ ഒന്നാം തരം പാരയായ ജയൻ. ജയൻ മനസ്സിൽ പറയാം, ഇയാളെ കൊണ്ട് ഈ ക്ഷേത്രത്തിലെ ഇക്കൊല്ലത്തെ ഉത്സവം നടത്തിപ്പിക്കാം. അങ്ങനെ ഇതിനിടനില നിന്ന് നല്ലൊരു തുകയും തട്ടിയെടുക്കാം. ഭഗവതിക്കാവിലെ ഉത്സവം നമുക്ക് കെങ്കേമമാക്കണം. 10 ദിവസത്തെ ഉത്സവമാണ്. രേവതി, അശ്വതി, ഭരണി ഈ 3 ദിവസത്തെ ഉത്സവമാണ് പ്രധാനം. നമുക്കതങ്ങോട്ട് ഏറ്റെടുത്ത് നടത്തിയാലോ ഒരു വലിയ വഴിപാടായിരിക്കും. അനന്തംപിള്ള പറയുക, വഴിപാടൊക്കെ കൊള്ളാം, പക്ഷെ അതിന്റെ പുറകെ നടന്ന് എത്ര നാള് മെനക്കെടണം? അയ്യോ എൻ്റെ സാർ അതിന് മെനക്കെടണ്ട. സാറ് കാശ് എൻ്റെ കയ്യിലോട്ട് തന്നാൽ മതി, ഞാനിതെല്ലാം നല്ല ഭംഗിയായിട്ട് അങ്ങോട്ട് നടത്തിക്കോളാം. മല വിഴുങ്ങി അനന്തംപിള്ളയുടെ അടുത്താണ് ജയന്റെ തന്ത്രം. അനന്തംപിള്ള പറയാ, ഇടനില നിന്ന് പൈസ ഒക്കെ തട്ടിയെടുക്കാമെന്ന് വിചാരിച്ചോ? എടാ ജയ, ഞാൻ കാശുകാരനായതേ ഇതിനും വലിയ തരികട കളിച്ചിട്ടാ. എൻ്റെ അടുത്ത് തന്നെ വേണോടാ ജയ നിന്റെ ഈ പരിപാടി. ജയൻ വിചാരിച്ച ആ പദ്ധതി 8 നില പൊട്ടിപ്പോയി. ജയൻ ഇങ്ങനെ നാണിച്ചു നിൽക്കുക. അന്നേരമാണ് രാജുവും ഋതിയും ക്ഷേത്രത്തിലോട്ട് വരുന്നത്. ജയൻ അവരെ കാണുന്നുണ്ട്. അയ്യോ നോണ്ട് അളിയനെയും ഋതുമോളും. ഞാനേ ഊട്ടുപുരയുടെ പുറകിൽ പോയി നിൽക്കാം, അവിടെ ആണെങ്കിൽ പ്രസാദം കൊടുക്കുന്ന സമയമാണ്. രാജുവും ഋതിയും അനന്തംപിള്ളയോടെ നിൽക്കുന്നത് കാണുന്നു. രാജു പറയാ, എന്താ ഋതികെ, ഇയാള് ദേവിയെ മണിയടിക്കാൻ വന്നതാണോ? അനന്തംപിള്ള അവരുടെ അടുത്തോട്ട് വന്നിട്ട് പറയുക, എന്താണ് മക്കളെ, അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണോ? ഋതിക വിടുവോ? ഋതിക പറയുക, എൻ്റെ അച്ഛന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കണമെന്നൊന്നുമില്ല. എൻ്റെ അച്ഛൻ ഈശ്വരാധീനമുണ്ട്, ഈശ്വര വിശ്വാസിയാണ്. അയ്യോ മോളെ, ഈശ്വരാധീനമൊന്നും എപ്പോഴും അങ്ങോട്ട് സ്ഥായിയായിട്ട് നിൽക്കത്തില്ല. ഏത് സമയത്ത് വേണമെങ്കിലും ഈശ്വരന്റെ ദൃഷ്ടി അങ്ങ് മാറാം. വർമ്മയ്ക്കാണെങ്കിലോ ഇപ്പൊ ജാതകവശാൽ കഷ്ടകാലവുമാ. അയ്യോ ഋതു, നീ കേട്ടില്ലേ? വർമ്മസാറിന്റെ ജാതകം എഴുതിയത് ഈ അനന്തംപിള്ള ജ്യോത്സ്യരാണെന്ന് തോന്നുന്നു. ആഹാ, ഇയാളിപ്പോ ജ്യോത്സ്യപ്പണിയും തുടങ്ങിയോ? പ്രതാപവർമ്മയ്ക്ക് ഇപ്പൊ കഷ്ടകാലമാണെന്ന് കൃത്യമായിട്ടും എനിക്കറിയാം. അതുകൊണ്ട് ഇനിയുള്ള ലൈഫ്, റിട്ടയർമെന്റ് ലൈഫ് ആസ്വദിക്കുന്നതാണ് നല്ലത്. അല്ല, രാമനാമമൊക്കെ ജപിച്ച് കഷായമൊക്കെ കുടിച്ചങ്ങ് ജീവിച്ചാ പോരെ? ഋതിയ പറയൂ, ആ റിട്ടയർമെന്റ് ലൈഫും കഷായമൊക്കെ താനങ്ങ് സ്വീകരിച്ചാൽ മതി. അതിന് ഋതിയെ, ഇയാൾക്ക് കഷായം ഗുളികയും മാത്രം പോരാ, പിണ്ണതൈലവും കുഴമ്പും ഒക്കെ വേണം. ശരീരത്തിലെ ചതവും ഒടിവും ഒക്കെ ഒന്ന് മാറണ്ടേ? മക്കളെ, ഞാൻ പറയുന്നത് വെറുതെ ഒന്നുമല്ല. നേരിടുന്ന ഈ കഷ്ടകാലത്തിന്റെ വിഷമത്തിലും നിരാശയിലുമാണിപ്പോ പ്രതാപവർമ്മ. ഒരു കളിയാക്കലോടെ അനന്തംപിള്ള വീണ്ടും പറയുക, കുറെ കാലം ഈ സംസ്ഥാനമൊക്കെ ഭരിച്ചതല്ലേ, സിംഹാസനവും ഭരണവും ഒക്കെ പോകുമ്പോൾ ആർക്കും ഉണ്ടാകും നിരാശ. ഇലക്ഷനൊക്കെ തുടങ്ങുമല്ലേ, എല്ലാ ഇലക്ഷനും നേതൃത്വത്തിൽ നിന്നിരുന്ന വർമ്മ ഇപ്പോഴൊരു കുറ്റവാളിയായിട്ട് വീട്ടിലിരിക്കുമല്ലേ. എൻ്റെ അച്ഛൻ ഒരു കുറ്റവാളിയുമല്ല, ഒരു കുറ്റമൊട്ട് ചെയ്യത്തുമില്ല. തന്നെ പോലെയുള്ള വൃത്തികെട്ട ആൾക്കാരുടെ വാക്കുകൊണ്ട് എൻ്റെ അച്ഛനൊന്ന് പതറിക്കാണും. അതിൽ നിന്നൊക്കെ എൻ്റെ അച്ഛൻ തിരിച്ചു വരികയും ചെയ്യും, ചെയ്തതിനൊക്കെ പലിശ സഹിതം തിരിച്ചു തരികയും ചെയ്യും. എൻ്റെ കൊച്ചെ, ആ ജില്ലാ കളക്ടർ ശാലിനിയുടെ ധൈര്യത്തിലാണോ മോളിങ്ങനൊക്കെ സംസാരിക്കുന്നത്? അയ്യോ, കളക്ടർ മാത്രമല്ല മിസ്റ്റർ അനന്തംപിള്ളേ, എൻ്റെ ഭർത്താവും എൻ്റെ അച്ഛനും എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരും എൻ്റെ പുറകിലുണ്ട്. അതുകൊണ്ടായിരിക്കും എനിക്കൊരല്പ അഹങ്കാരം കൂടുതലാ. ഇതൊന്നും പോരാഞ്ഞിട്ട് ഈ ക്ഷേത്രത്തിലെ ഭഗവാനും ഭഗവതിയും ഗണപതിയും എല്ലാം എന്നോടൊപ്പം ഉണ്ട്. തന്നോടൊപ്പം ആരും ഉണ്ടാവില്ല, സ്വന്തം ശ്വാസമെങ്കിലും തന്നോടൊപ്പം ഉണ്ടാകാൻ ദൈവത്തിനോട് വേണമെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം. ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്ത് വെച്ച് മത്സരിക്കാൻ വന്നിരിക്കുന്നു. ഞാൻ എത്രയൊക്കെ മനമുരുകി പ്രാർത്ഥിച്ചാലും ഈ ദേവി ചെവി തുറന്നത് കേൾക്കില്ല. ഞാൻ വേണമെങ്കിൽ മനസ്സിൽ കുറിച്ചിട്ടോ, എൻ്റെ അച്ഛൻ പ്രതാപവർമ്മ പഴയതിനേക്കാൾ ഇരട്ടി ശക്തിയോടെ തിരിച്ചു വരും. ഇത്രയും അനന്തംപിള്ളയോട് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ ഋതിക അങ്ങ് നടന്നു പോവുക. രാജു അപ്പ അനന്തംപിള്ളയോട് പറയാം, ഋതികയെ, മഹാദേവവർമ്മ സാറിന്റെ കൊച്ചുമകളും പ്രതാപവർമ്മയുടെ മകളുവാ. അതുകൊണ്ട് കൂടുതൽ താൻ അവളെ പ്രകോപിക്കാൻ നിൽക്കേണ്ട. അവളൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് തനിക്കെതിരെ നിന്നാൽ ദൈവത്തിനാണ് സത്യം, താൻ തോറ്റുപോകും. വെറുതെ എന്തിനാണോ അനന്തംപിള്ള ഈ ആപത്തൊക്കെ വിളിച്ചു വരുത്തുന്നത്? അങ്ങനെ അനന്തംപിള്ളയുടെ അഹങ്കാരത്തിന് രാജുവിന്റെ വക കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തിട്ട് രാജു അങ്ങ് പോവുകയാണ്. വേലിക്ക് കിടന്ന പാമ്പിനെ
എടുത്ത് തോളത്തിട്ടതുപോലെയായി അനന്തൻപിള്ളയുടെ അവസ്ഥ. ഈ സമയത്ത് അംബികയാണെങ്കിൽ വല്ലാത്ത ചിന്തയില. എങ്ങനെങ്കിലും രാഷ്ട്രീയത്തിൽ കടന്നു കയറണം, 10 കാശ് ഉണ്ടാക്കുകയും വേണം. എന്താ അതിനുള്ള മാർഗം? അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ മകൻ ആ മരയോന്ന് ദീപക് അങ്ങോട്ട് വരുന്നുണ്ട്. അമ്മ ഇവിടെ വന്ന് നിൽക്കുമായിരുന്നു. പിന്നെ ഞാൻ എവിടെ പോയി നിൽക്കാനോടാ? അമ്മേ, ഒരു ഉഗ്രൻ ഐഡിയ കിട്ടിയിട്ടുണ്ട്. അത് അമ്മയോട് പറയാൻ വേണ്ടി ഞാൻ ഓടി വന്നതല്ലേ. എന്താടാ? അടുത്താട്ടിനി ഏതെങ്കിലും കെണിയിൽ എന്നെ പെടുത്താൻ വേണ്ടിയിട്ടുള്ളതാണോ? എൻ്റെ അമ്മയെ അങ്ങനെ ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ച് എപ്പോഴും അങ്ങനെ പറ്റണമെന്നുണ്ടോ? ശരി, നിന്റെ പുതിയ ഐഡിയ എന്താന്ന് പറ. അമ്മേ, അവക്കിട്ട് കൊടുക്കാനുള്ള ബോംബേ നമ്മുടെ കയ്യിലുണ്ടല്ലോ. ഏത് ബോംബിന്റെ കാര്യമാണ് അമ്മയ്ക്ക് അറിയാൻ വയ്യേ? പത്മയ്ക്ക് വിഷുക്കൈ നീട്ടവും വിഷുക്കോടിയൊക്കെ ഹൃതിയെ കൊടുക്കുന്ന ആ ഫോട്ടോ. അമ്മ അതങ്ങോട്ട് കൊണ്ടേ വല്യമ്മാവനെ അങ്ങോട്ട് കാണിക്ക്. ഈ ബോംബിന്റെ കാര്യമാണോടാ നീ ഓടി വന്ന് പറഞ്ഞ്? അതേ അമ്മേ. എടാ, അതിപ്പോ ബോംബൊന്നും അല്ല, നനഞ്ഞ ഒരു ഓലപ്പടക്കവാ. നിനക്കറിയാവോ, ആയുധങ്ങളൊക്കെ ഉപയോഗിക്കേണ്ട സമയത്താണ് ഉപയോഗിക്കേണ്ടത്. ആ സമയമൊക്കെ കഴിഞ്ഞു. ഒന്നും ചെയ്യാതിരിക്കുന്നോണ്ട് എന്റെ കൈ വല്ലാതെ തരിക്കുന്നമ്മേ. എടാ, നീ മണ്ടത്തരമൊന്നും ചെയ്ത് കൂട്ടുന്നതിനേക്കാളും നല്ലത് അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് നീ എവിടെങ്കിലും പോയി ഇരിക്കാൻ നോക്ക്. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? ഞാൻ ഒത്തിരി നല്ല കാര്യങ്ങൾ അമ്മയ്ക്ക് ചെയ്തു തന്നിട്ടില്ലേ? എടാ ദീപക്കെ, പാൽപായസമാണെന്ന് കരുതിയേ അതിലറിയാതെ അബദ്ധവശാൽ ഒരു തുള്ളി പരാമർ വീണാൽ പിന്നെ അതെന്തിനെങ്കിലും കൊള്ളാവോ? മണ്ടത്തരം കൊണ്ട് എന്തൊക്കെയോ എന്റെ മകന് പറ്റിപ്പോയി. അമ്മയായ ഞാനല്ലേ ഇനി ക്ഷമിക്കാൻ പറ്റൂ? മോൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. മോൻ നന്നായി 4 നേരം ആഹാരമൊക്കെ അങ്ങോട്ട് കഴിച്ച് ജിമ്മിൽ പോയി മസിലൊക്കെ അങ്ങോട്ട് പെരുപ്പിക്കേ. എന്നിട്ട് എന്റെ മോൻ വെയിറ്റ് ചെയ്യും. അവസരം വരുമ്പോൾ നമുക്ക് കുതിച്ച് ചാടാം. ആവശ്യമില്ലാത്ത സമയത്ത് അറ്റാക്ക് ചെയ്യാൻ ചെന്നാലേ അത് നമുക്കേ ക്ഷീണം ചെയ്യത്തുള്ളൂ. അമ്മ, എനിക്ക് വേറെ ഒരു ടെൻഷൻ കൂടിയുണ്ട്. അതെന്താടാ? ഞാൻ അറിയാതെ നീ ഇനി വേറെ വല്ല ഏടാകൂടത്തിൽ ചെന്ന് ചാടിയോ? എന്റെ അമ്മ അറിയാത്ത ഒരു ഏടാകൂടവും എനിക്കില്ല. അനന്തൻപിള്ള ഇപ്പൊ നമ്മുടെ ശത്രുവല്ലേ? അയാൾ നമ്മളെ ഒറ്റുപോന്ന എനിക്കിപ്പോ ഒരു സംശയം. വല്യമ്മാവനെ ബോംബ് വെച്ച് കൊല്ലാനൊരുങ്ങിയത് ഞാനാണെന്ന് ഇനി അയാൾ വിളിച്ചെങ്ങാനും പറയുവോ? ഏതായാലും അയാൾ അങ്ങനെ ചെയ്യില്ലടാ. അങ്ങനെ ചെയ്താലേ പ്രേരണാകുറ്റത്തിന്റെ ശിക്ഷ അയാളുടെ തലയിൽ ഇരിക്കില്ലേ? അമ്മ പറഞ്ഞത് ശരിയാ. അയാൾ അതൊക്കെ അങ്ങ് വിട്ടടാ. അയാളിപ്പോ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ തിരക്കില. രാജു ഋതിയോട് പറ, ഋതു ക്ഷേത്രത്തിനകത്ത് കയറി പ്രാർത്ഥിച്ചോ, ഞാൻ പോയി വഴിപാടിനുള്ള രസീതൊക്കെ എഴുതിക്കൊണ്ട് വരാം. അതിന് രാജുവിന് അറിയാവോ എന്തൊക്കെ വഴിപാടുകളാണ് നടത്തേണ്ടതെന്ന്? എന്തൊക്കെ വഴിപാടെന്ന് ഋതുവിനോട് പറഞ്ഞാൽ പോരെ? അത് പറ്റില്ല രാജു. അച്ഛൻ്റെ മനസ്സ് മാറാനും എനിക്ക് അച്ഛനോടെല്ലാം തുറന്നു പറയാനുള്ള ശക്തി കിട്ടാനുള്ള വഴിപാടുകളൊക്കെ നടത്തിക്കണം. അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഒരു ഐക്യമത്യ പൂജയും നടത്തണം. എൻ്റെ അമ്മ ഇതൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഈ വഴിപാടുകളൊക്കെ ഈ ക്ഷേത്രത്തിലുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ ക്ഷേത്രത്തിലെ പൂജാരി അവരുടെ അടുത്തോട്ട് വരുന്നുണ്ട്. ഋതിക ചോദിക്കുന്നുണ്ട്, ഐക്യമത്യ പൂജയും നവഗ്രഹ പൂജയും എല്ലാ ദിവസവും ഉണ്ടോ? ഐക്യമത്യ പൂജ വെള്ളിയാഴ്ച തോറും മാത്രമേ ഉള്ളൂ. നവഗ്രഹ പൂജ എന്നും ഉണ്ട്. എന്നാൽ ഐക്യമത്യ പൂജ വെള്ളിയാഴ്ച കഴിപ്പിച്ചാൽ മതി. അപ്പൊ പൂജാരി ചോദിക്കുന്ന പേരും നാളും പറ. പ്രതാപവർമ്മ അവിട്ടം, പത്മാവതി മകം. കിട്ടിയതൊന്നും പോരാഞ്ഞിട്ട് അനന്തൻപിള്ള വീണ്ടും അങ്ങോട്ട് വന്നിട്ടൊരു ചിരി. ഓഹോ, അപ്പൊ ഇതാണ് പരിപാടി. പൊട്ടിച്ചിതറിപ്പോയ ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കുക. ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരൻ ഇവര് 3 പേര് ഒന്നിച്ച് വിചാരിച്ചാൽ പോലും ഇവരെ കൂട്ടിച്ചേർക്കുന്ന പരിപാടി നടക്കില്ല മക്കളെ. രാജു, എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. ഇയാളെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോയി ഒന്ന് കൈകാര്യം ചെയ്തേ. രാജു അനന്തൻപിള്ളയെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. ഈ ക്ഷേത്ര ദർശനത്തിന് വരുന്നവരുടെ പുറകെ നടന്ന് ചൊറിഞ്ഞാലുണ്ടല്ലോ, ക്ഷേത്ര സംരക്ഷണ സമിതിയുണ്ട്, അവരോടൊന്ന് പറഞ്ഞാൽ മതി. അവർ തന്നെ എടുത്ത് പിന്നെ ക്രിക്കറ്റ് കളിക്കും. ഇങ്ങോട്ട് വന്ന് തിരുമേനിയോട് അനന്തൻപിള്ള പറയാം, തിരുമേനി, ഈ ക്ഷേത്രത്തിൽ ഞാനൊരു ആനയെ അങ്ങോട്ട് നടക്കിരുത്താൻ തീരുമാനിച്ചു. തിരുമേനി പറയാം, അയ്യോ അതൊക്കെ വലിയ പാടാ സാറേ. ഓലമടലും പനമ്പട്ടയും അതൊക്കെ ലോറിക്കടിക്കണം. പിന്നെ ഒരു 2 പാപ്പാന്മാരെങ്കിലും വേണം. അതിനൊക്കെ ചില നടപടിക്രമങ്ങളും ഉണ്ട്. അയ്യോ, അതിന് ആനയുടെ ചെലവും പാപ്പാന്മാരുടെ ചെലവും ഒക്കെ ഞാൻ തന്നെ അങ്ങ് വഹിച്ചാ പോരെ? അയ്യോ, അത് പറ്റില്ല. നിങ്ങളെ ആസാമിൽ നിന്ന് ലേലത്തിൽ പിടിക്കുന്ന ഒരനുസരണയില്ലാത്ത ആനകളാ. അതിനെയൊക്കെ മേയ്ക്കാൻ വലിയ പാടാ എന്ന് പറഞ്ഞിട്ടാ തിരുമേനി അങ്ങ് പോവുക. അനന്തൻപിള്ള ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. രാജുവിനും ഹൃദയക്കും ചിരി വന്നിട്ട് വയ്യ. രാജു പറയാ, ശിവപുരത്ത് അമ്പലത്തിലെ കാളെ നടക്കിരുത്താം, തന്നെ നാട്ടുകാർ കെട്ടിക്കൊണ്ടുപോയി അവിടെ നടക്കടിക്കും എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ട് രാജു ഋതു അങ്ങ് പോയി. അങ്ങനെ രാജുവും ഹൃദയം ക്ഷേത്രത്തിനകത്ത് കയറി മനമൊരുകി പ്രാർത്ഥിക്കുവാണ്. എൻ്റെ അച്ഛൻ പഴയതുപോലെ രാഷ്ട്രീയ ജീവിതത്തിലോട്ട് തിരിച്ചു വരണേ എന്നൊക്കെ ഹൃദയം ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാണ്. ക്ഷേത്രത്തിലെ തിരുമേനിയുടെ കയ്യിൽ നിന്ന് തീർത്ഥവും വാങ്ങി കുടിച്ച് പ്രസാദമൊക്കെ വാങ്ങിക്കൊണ്ട് അവർ രണ്ടുപേരും പോവുക. അവരെ തന്നെ നോക്കി ഇങ്ങനെ അനന്തൻപിള്ള അവിടെ നിൽക്കുന്നുമുണ്ട്. വേണുവേട്ടനും രാധമ്മയും കൊച്ചമ്മണിയും പ്രിയ എല്ലാം കൂടി സംസാരിക്കാം. രാധമ്മ പറയുക, നമ്മുടെ പ്രാർത്ഥന ദേവി കേൾക്കും വേണുവേട്ട. എന്റെ രാധയെ, കുട്ടികളുടെ പ്രാർത്ഥന മാത്രമല്ല, എത്രയോ പാവത്തുങ്ങളുടെ പ്രാർത്ഥനയാണ് ദൈവങ്ങളുടെ കാതിൽ ചെന്ന് വീഴുന്നത്. എത്ര പേരെ, എത്ര കുടുംബങ്ങളെയാ വർമ്മ സാറ് സഹായിച്ചിരിക്കുന്നത്. ആ കാഞ്ഞൂര് പുഴയിലെ മലയിടിച്ചിലുണ്ടായില്ലേ, അവർക്കുള്ള വീടുകളൊക്കെ അവിടെ പണിഞ്ഞു കൊടുത്തത് വർമ്മ സാറാ. ഇതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും പ്രിയയുടെ മനസ്സിൽ പറയാം, തെരഞ്ഞെടുപ്പിന് ആരൊക്കെ മത്സരിച്ചാൽ
വേണുവേട്ടൻ ഒരു കുഴപ്പമില്ല. ആരുടെ കാല് വാരി അലക്കിയിട്ടാലും എന്റെ ജയേട്ടൻ ഒരു PA ആയിരിക്കും. എന്റെ ദൈവമേ, ഈ ഇലക്ഷൻ കൊണ്ട് ഞങ്ങൾക്ക് 2 കാറുകളും ഒരു ബംഗ്ലാവും തരണേ. രാധമ്മേ, നിനക്കറിയാവോ, വർമ്മ സാറ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വേണം, മന്ത്രിയാവുകയും വേണം. അത് ഈ നാടിന്റെ ആവശ്യമാണ്. എന്നാൽ ഇതെല്ലാം കേട്ടോണ്ട് എന്നെ കൊച്ചമ്മണി പറയാം, ഇത്രയും കാലം ഞാൻ എന്റെ ഭർത്താവിനും മകനും വേണ്ടി ജീവിച്ചു. പ്രിയ വിടുവോ? ദാണ്ട തള്ളേ, ഭർത്താവിനെയും മകനെയും അങ്ങ് വിട്ടേരെ. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ജീവിച്ചത്. എന്നാൽ അത് ആയിക്കോട്ടെടി പ്രിയെ, ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചു. അതുകൊണ്ട് ഇനിയുള്ള കാലം ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചാലോ എന്ന് ആലോചിക്കുക. വേണുവേട്ടൻ ചോദിക്കുക, അയ്യോ അതെന്താ? ഒന്നുമല്ലച്ച, ഒരു ത്യാഗം. മനുഷ്യ ജീവിതത്തിൽ അതൊക്കെ വേണ്ടേ? അയ്യോ, അത് തന്നെയാ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് എന്താണെന്ന്. എനിക്ക് മനസ്സിലാകാത്തോണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. മറ്റൊന്നും അല്ലച്ച, ഒരു പൊതുജന സേവനം. ഞാനും ഇലക്ഷനിൽ നിന്ന് മത്സരിച്ചാലോ എന്നിങ്ങനെ വിചാരിക്കുക. വേണുവേട്ടൻ അതിശയത്തോടെ ചോദിക്കുക, അയ്യോ രാഷ്ട്ര സേവനത്തിനോ? പ്രിയയ്ക്കും രാധമ്മയ്ക്ക് ചിരി അടക്കാൻ പറ്റുന്നില്ല. പ്രിയ പറയാ, എന്റെ അച്ഛന് മനസ്സിലായില്ലേ, ഇവര് രാഷ്ട്രീയത്തിൽ കയറി കാശുണ്ടാക്കാന്ന് വിചാരിച്ച് പറയുക. ഇവരെങ്ങാണ് ഇലക്ഷനിൽ നിന്ന എതിർ കക്ഷി നാണം കെട്ടവരുടെ പത്രിക പിൻവലി. കൊച്ചമ്മണി തള്ളു തുടങ്ങി. ഞാൻ ഒരിക്കൽ പഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരിച്ചതാ. ഏത് മുന്നണിയൊന്നും എനിക്ക് അങ്ങോട്ട് ഓർമ്മയില്ലച്ചാ. എന്റെ ചിഹ്നം ഓർമ്മയുണ്ട്, അത് ഒലക്കയായിരുന്നു. പ്രിയ പറയാ, ചൂല് പോരായിരുന്നോ? എന്നിട്ട് ജയിച്ചോ? ഓരോട്ടിന് ഞാൻ തോറ്റു. എന്റെ പ്രിയെ, എന്ന് വെച്ചാൽ ഒരൊറ്റ ഓട്ടേ ഇവർക്ക് കിട്ടിയോളെന്നർത്ഥം. അത് ഇവരുടേത് മാത്രം. അതൊക്കെ പോട്ടെ, ഞാനിവിടെ നിന്ന് മത്സരിക്കുന്നതിൽ നിങ്ങൾക്ക് എന്താ അഭിപ്രായം? രാധമ്മ പറയാം, അമ്മ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം, മന്ത്രിയാകുകയും വേണം. വേണുവേട്ടനും പ്രിയയും രാധമ്മയെല്ലാം ചിരിക്കുക. ഈ കൊച്ചമ്മനുടെ ശല്യം എങ്ങനെ സഹിക്കോ ഈശ്വരാ. ഋതിക വന്ന് പത്മാവതിയോട് സംസാരിച്ചോണ്ടിരിക്കുക. അമ്മേ, ഞാൻ പറഞ്ഞത് കേട്ടിട്ട് അമ്മ ഒന്നും പറഞ്ഞില്ലല്ലോ. മോള് പറഞ്ഞ നല്ല കാര്യമാണ്, ഒരു മികച്ച തീരുമാനവുമാണ്. പക്ഷെ ഞാൻ ഇത്രയും സമയം ചിന്തിച്ചുകൊണ്ടിരുന്ന നിന്നെക്കുറിച്ചാ. എന്റെ മോളെ, നിന്നെ എന്നിൽ നിന്നും അംബിക മുറിച്ചു മാറ്റിയപ്പോൾ തികച്ചും അമ്മയെന്ന് വിളിക്കാനുള്ള പ്രായം പോലും നിനക്കില്ലായിരുന്നു. എന്റെ മോൾ എന്റെ ശിക്ഷണത്തിലാണ് വളർന്നിരുന്നെങ്കിൽ ഇത്രയും ഉറച്ച തീരുമാനവും തൻ്റെ ഇടവും ഉണ്ടായിരിക്കില്ല. എൻ്റെ ഇടവുള്ള ഒരു ചുണക്കുട്ടിയാകാൻ എന്റെ മോക്ക് സാധിക്കില്ലായിരുന്നു. നിന്നെക്കുറിച്ച് ഓർത്ത് എനിക്ക് അഭിമാനമുണ്ട് മോളെ. നീ ചിന്തിക്കുന്നതും നീ എടുത്ത തീരുമാനങ്ങളും 100% ശരിയാ. ഞാൻ കണ്ടു വളർന്നത് അച്ഛനെ മാത്രമായിരുന്നു. അടുക്കാൻ ഞാൻ ശ്രമിച്ചപ്പോൾ എന്നെ അകറ്റി നിർത്തിയ എന്റെ അച്ഛനെ. പക്ഷെ ശരിയമ്മേ, ഞാൻ അമ്മയുടെ ശിക്ഷണത്തിലാണ് വളർന്നിരുന്നതെങ്കിൽ അമ്മയുടെ തണലിൽ ഞാൻ ഒതുങ്ങി നിന്നേനെ. പ്രതിസന്ധികളും വെല്ലുവിളികളും നേരിടുന്നവർക്ക് ജീവിതത്തിൽ സ്വന്തമായ ഒരു വ്യക്തിത്വം രൂപപ്പെടുകയുള്ളെന്ന് ഞാനിപ്പം മനസ്സിലാക്കി. എന്റെ അച്ഛന്റെ തോൽവി ആഘോഷിക്കുന്ന കഴുകന്മാരുടെ മുന്നിൽ എനിക്ക് എന്റെ അച്ഛൻ ജയിച്ചു കാണണം. അമ്മേ, ചിലപ്പോൾ ഞാൻ 1-2 തവണ തോറ്റു പോയേക്കാം. പക്ഷെ വിജയത്തിന് വേണ്ടി ഞാൻ പോരാടും അമ്മേ. ശരിയാ, പോരാടണം മോളെ. നിന്നെ വളർത്തിയത് പ്രതാപവർമ്മയാ. നീ കണ്ടും കേട്ടും വളർന്നത് കേരളീയ രാഷ്ട്രീയവാ. സ്വന്തം കൂടപ്പറപ്പിന്റെ ചോരയുടെ കൊടും ചതി മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് മാറ്റിവെച്ചാൽ നിന്റെ അച്ഛൻ ഈ ലോകത്ത് ആരെക്കാളും ശ്രേഷ്ഠനായ ഒരു വ്യക്തിയാണ്. ആ വ്യക്തി വർഷം കൊണ്ട് നേടിയെടുത്ത പദവിയും സൽപ്പേരും, ആ സൽപ്പേരിന് സംഭവിച്ച കളങ്കം തിരുത്തണം. പ്രതിപക്ഷ പാർട്ടി പ്രവർത്തകർക്ക് പോലും അറിയാം പ്രതാപവർമ്മ എന്ന രാഷ്ട്രീയ പ്രവർത്തകന്റെ സത്യസന്ധത. ആ സത്യസന്ധത കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ തെളിയിക്കാൻ എന്റെ മോള് ചെയ്യാൻ പോകുന്ന ആത്മധൈര്യത്തെയാണ് ഞാൻ ആനന്ദിക്കുന്നത്. പിന്നെ മോളെ, പിന്നൊന്ന്, അധികാരമോഹം. ഇനി അത് അംബികയുടെ മനസ്സിൽ തോന്നാൻ പോലും പാടില്ല. ഇനി നിന്റെ ഊഴമാണ് മോളെ. കേരളീയ രാഷ്ട്രീയത്തിന്റെ ചരട് ഇനി നിന്റെ കയ്യിലേക്ക് വരുമെന്ന് അമ്മയ്ക്ക് പ്രതീക്ഷയുണ്ട്. അമ്മ പറയുന്നത് വളരെ വലിയ വാക്കുകളാണ്. ഞാൻ അമ്മയോട് പറഞ്ഞതിന്റെ വ്യാപ്തി അത്രയ്ക്കുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷേ എന്റെ അച്ഛന്റെ സൽപ്പേര് കാക്കാൻ ഏത് തീക്കനിൽ കൂടി ഈ മകള് നടക്കുവമ്മേ. ഈ സമയം TV-യിൽ ആനന്ദമ്പിയുടെ വാർത്താ സമ്മേളനം നടക്കുവാണ്. ശേഖരനും പ്രതാപനും അംബികയും ദീപക്കും ഇരുന്ന് കാണുവാണ്. ജനസേവന മുന്നണിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് ഞാനിവിടെ നടത്താൻ പോകുന്നത്. അനന്തമ്പിള്ള ആ പട്ടിക വായിക്കുവാണ്. ഈ ലിസ്റ്റ് പൂർണ്ണമല്ല എങ്കിലും വായിക്കുവാണ്. ഊട്ടുപാറയിൽ വെമ്പാലവട്ടം നാരായണൻ, ബാലരാമപുരം KM നാടാർ, അങ്ങനെ ഓരോ സ്ഥലത്തെയും സ്ഥാനാർത്ഥികളുടെയൊക്കെ പേരുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഏതുപുരം എന്ന് വായിക്കുമ്പോൾ അവിടെ ആരോ പറയുന്നുണ്ട്, അത് പ്രതാപവർമ്മയുടെ മണ്ഡലമല്ലേ? അപ്പോൾ അനന്തമ്പിള്ള പറയുന്നുണ്ട്, ആ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി വിവരം പൂർണ്ണമായിട്ടില്ല. മരതകമേടിൽ നിൽക്കുന്നത് SS കൊച്ചമ്മണി. വേണുവേട്ടനും പ്രിയയും രാധമ്മയും ഇങ്ങനെ കൊച്ചമ്മണിയെ സൂക്ഷിച്ചു നോക്കുവാണ്. ഈശ്വര, ഈ തള്ള സ്ഥാനാർത്ഥിയായി നിൽക്കുന്നു. കൊച്ചമ്മണി അതിശയത്തോടെ ചോദിക്കുന്നു, അയ്യോ, എന്നെ അവര് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയോ? അയ്യോ, ഈ അനന്തമ്പിള്ളയുടെ ഒരു കാര്യം. പ്രിയ പറയാ, തള്ളേ, അത് നിങ്ങളൊന്നും അല്ല, വേറെ ഏതോ കൊച്ചമ്മണിയായിരിക്കും. നീ പോടി അവിടുന്ന്. ഈ ഇന്ത്യയിൽ ഒരേ ഒരു കൊച്ചമ്മണിയേ ഉള്ളു, അത് ഞാനാ. വേട്ടൻ പൊട്ടിച്ചിരിക്കുന്ന കണ്ടോടെ രാധമ്മ ചോദിക്കുന്നു, എന്തിനാ ചിരിക്കുന്നത്? ഈ വക വെടക്ക് സാധനങ്ങളൊക്കെ രാജ്യസഭയിൽ കയറിയാലുള്ള അവസ്ഥ ഓർത്തതാ. കയറിയുടെ അഭിഷേകമായിരിക്കും അവിടെ. അങ്ങനെ അനന്തമ്പിള്ള ഓരോ സ്ഥലത്തെയും അവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥികളുടെയൊക്കെ പേരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അനന്തമ്പിള്ളയോടൊപ്പം നിൽക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ജയൻ അവിടെ ഇങ്ങനെ വലിഞ്ഞു കയറി നിൽക്കുന്നുണ്ട്. പ്രിയ അത് കണ്ട്, അയ്യോ, എന്റെ ജയേട്ടൻ. ഒരു പൊട്ടം നോക്കുന്ന പോലെ ജയൻ ഇങ്ങനെ
ഇങ്ങനെ ഓരോരുത്തരുടെയും മുഖത്തോട്ടൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക. അത് കണ്ട് പ്രിയ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, അനന്തംപിള്ള സ്ഥാനാർത്ഥി പട്ടികയൊക്കെ വായിച്ചെങ്കിലും എന്തായിരിക്കും ഇത്രയും നേരം അതൊക്കെ കേട്ടോണ്ടിരുന്ന പ്രതാപന്റെ തീരുമാനം? ഋതികയുടെ ബ്രെയിൻ വാഷിൽ പ്രതാപന്റെ തീരുമാനം മാറുമോ, അതോ മറിച്ച് പ്രതാപൻ ഋതികയെ ഇനി ആ ഇലക്ഷൻ അവിടെ നിർത്തുമോ എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.